34 അധ്യായം 15 ശ്ലോകം വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയിരിക്കുന്നത്. മല്ലരംഗം കണ്ടിട്ടുള്ള ഇവിടെ കൂടിയിരിക്കുന്ന സദസ്യരായ സ്ത്രീകളുടെ സംഭാഷണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കൃഷ്ണൻ്റെ മാഹാത്മ്യം കണ്ടിട്ട് ഓരോരുത്തരും അങ്ങനെ കൃഷ്ണനെക്കുറിച്ച്, കൃഷ്ണൻ്റെ ബാല്യകാല അവസ്ഥകളെക്കുറിച്ചൊക്കെ കേട്ടത് പരസ്പരം ചർച്ച ചെയ്ത് ഉറപ്പിക്കുകയാണ്. ആ രംഗമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. 44 അധ്യായം. ഇനിയും 16 ശ്ലോകമാണ് എടുക്കുന്നത്. 15 വരെയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത്. അപ്പോൾ 44 അധ്യായത്തിൽ 16 ശ്ലോകം. പ്രാതരോ വ്രജത അവിശതശ്ചഫായം ഗോഭിഫമം കുണയതോസ്യ നിശമ്യ വേണും നിർഗമ്യതോർണമബലാപതിഭൂരിപുണ്യാഃ പശ്യന്തി സസ്മിതമുഖം സദയാവലോകം. പ്രാതരെ രാവിലെ, പ്രഭാതത്തിൽ, പ്രാതകാലം എന്നൊക്കെ മലയാളത്തിൽ പറയും. വ്രജാത് പോകുന്നു, വ്രജത്തിൽ നിന്നും, വ്രജത പോകുന്നു, വ്രജാത് വ്രജത, വ്രജത്തിൽ നിന്നും പോകുന്നു. പ്രാതർ വ്രജാത് വ്രജത. അവിടെ വ്രജാത് വ്രജശബ്ദത്തിൻ്റെ അകാരാന്ത പുല്ലിംഗമാണ്. രാമശബ്ദം പോലെ, രാമാത് പോലെ പഞ്ചമി ഏകവചനമാണ്. വ്രജാത് വ്രജത്തിൽ നിന്നും, രാമാത് രാമനിൽ നിന്നും എന്ന പോലെ. വ്രജത പുറപ്പെട്ടു പോയി എന്നർത്ഥം. ഇതും കൂടി എടുത്തതായിരുന്നു സർ. 16 കൂടെ എടുത്താണോ? 16 15 വരെ എടുത്തുള്ളൂ. ശരിക്കും 18 ഇന്ന് എടുക്കേണ്ടത് സാറേ. 17 എടുത്തു. ആണോ? 18 ഇന്ന് എടുക്കേണ്ടത്. ഓ ശരി ശരി. ആവിശതശ്ചഫായം വൈകുന്നേരം തിരിച്ച് എത്തുമ്പോഴും ഗോഭിസമം ഗോക്കളോടൊപ്പം ഉണയതോ അസ്യ നിശമ്യ വേണു. ഉണയത ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അസ്യ കൃഷ്ണസ്യ കൃഷ്ണൻ്റെ വേണും നിശമ്യ ഓടക്കുഴലിന് ശബ്ദം കേട്ടിട്ട് നിർഗമ്യ പുറപ്പെട്ടിട്ട് തൂർണം നിശ്ചയമായും അബലാഹ സ്ത്രീകൾ പഥി ഭൂരിപുണ്യാഹ വഴിയിൽ വർദ്ധിച്ച പുണ്യമുള്ളവരായി തീർന്നിട്ട് പശ്യന്തി കാണുന്നു സസ്മിതമുഖം സദയാവലോകം. ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി തൂടുന്ന മുഖം, ദയോടുകൂടി നോക്കുന്ന ഈ മുഖത്തെ പുണ്യശാലികളായ ആ ഗോപസ്ത്രീകൾ അങ്ങനെ കണ്ടു നിന്നു എന്നർത്ഥം. രാവിലെ പോകുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴും രണ്ടു നേരവും പശുക്കളോടൊപ്പം വേണുനാഥം പുറപ്പെട്ടുകൊണ്ടു പോകുന്ന കൃഷ്ണനെ കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായല്ലോ എന്ന്. പ്രാതറു വ്രജത ആവിശതശ്ചഫായം ഗോഭിഫമം കുണയതോസ്യ നിശമ്യ വേണും നിർഗമ്യതൂർണമവലാപതിഭൂരിപുണ്യാഃ പശ്യന്തി സുസ്മിതമുഖം സദയാവലോകം. ഏവം പ്രഭാഷമാണാഷു സ്ത്രീഷു യോഗേശ്വരോ ഹരി ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവൻ ഭരതർഷഭാം. ഏവം പ്രഭാഷമാണാസു, ഇങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കെ, സ്ത്രീഷു സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ, യോഗേശ്വരനായ ഹരി ശത്രും ഹന്തും ശത്രുവായ കംസനെ കൊല്ലുന്നതിന് വേണ്ടി മനഃ ചക്രേ മനസ്സിൽ ചെയ്തു ഉറപ്പിച്ചു എന്നർത്ഥം. ഭഗവാൻ ഹേ ഭരതർഷഭ സംബോധനയാണ്. ഭരതരാജവംശത്തിൽ ഉത്കൃഷ്ടനായ ഹേ രാജാവേ ഭരതർഷഭ, ഭഗവാൻ ശത്രും ഹന്തും മനശ്ചക്രേ, ഭഗവാൻ ശത്രുവിനെ നിഗ്രഹിക്കാൻ മനസ്സിൽ ചെയ്തു ഉറപ്പിച്ചു എന്നർത്ഥം. ഇങ്ങനെ സ്ത്രീകളെ പറഞ്ഞുകൊണ്ടിരിക്കെ ഭഗവാൻ കംസവധത്തിന് തയ്യാറെടുത്തു, നിശ്ചയിച്ചു എന്നർത്ഥം. ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരി ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭാം. സഭായാ സ്ത്രീഗിരശ്രുത്വാ പുത്രസ്നേഹശ്ചാതുരൗ പിതരാവന്വതപ്യേതാം പുത്രിയോരബുധൗ ബലം. സഭായാഹ, ആ സഭയിൽ നിന്നും, അതും പഞ്ചമിയാണ്, രമായാഹ എന്ന പോലെ.
സഭായാഹ സ്ത്രീഗിരഹ ശ്രുത്വ, ആ സഭയിൽ നിന്നും സ്ത്രീകളുടെ ശബ്ദം കേട്ടിട്ട്, സ്ത്രീഗിരഹ ശ്രുത്വ, സ്ത്രീകളുടെ ശബ്ദം കേട്ടിട്ട് പുത്രസ്നേഹശുചാതുരവും, പുത്രസ്നേഹത്തിൻ്റെ ദുഃഖം കൊണ്ട് ആതുരകളായി തീർന്ന, പുത്രസ്നേഹ ശുചാതുരവും, പുത്രന്മാരോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുള്ള ദുഃഖത്താൽ പരവശരായി, ആതുരായി പരവശരായി. പുത്രസ്നേഹ ശുചാതുരവും പിതരൗ അന്വതപ്യേതാം, പിതരാവന്വതപ്യേതാം, പിതരൗ അന്വതപ്യേതാം, പിതരൗ എന്ന് വെച്ചാൽ മാതാപിതാക്കൾ, പിതരൗ മാതാച പിതാച പിതരൗ മാതാപിതാക്കൾ, നന്ദഗോപരും യശോദയും. അന്വതപ്യേതാം തപിച്ചു എന്നർത്ഥം. അന്വതപ്യേതാം വളരെയധികം ദുഃഖിച്ചു. പുത്രയോഹോ അബുധൗ ബലം, പുത്രയോഹോ പുത്രന്മാരുടെ ബലം ശക്തിയെ, അബുധൗ അറിയാത്തവരായിരിക്കുന്ന മാന്ന പിതരവും, പുത്രയോഹോ ബലം അബുധൗ പിതരൗ അന്വതപ്യേത, തങ്ങളുടെ പുത്രന്മാർക്ക് ഇത്ര തക്ക ബലമുണ്ട് എന്ന് അവർക്കറിയാമായിരുന്നില്ല. കാരണം അവർക്ക് അവരുടെ കൂടെ കളിക്കുന്ന ഒരു കുട്ടി എന്ന് മാത്രമേ അവർക്ക് അറിയുമായിരുന്നു. കുവലയാപീഠത്തിനെ കഴിഞ്ഞ് മല്ലന്മാരുമായി മല്ലൻ വരുമ്പോഴാണ് അറിയുന്നത് ഇത്രയധികം ബലമുള്ളവരായിരുന്നു ഇവർ എന്ന്. ഇതൊന്നും ഇവരറിഞ്ഞിരുന്നില്ല. അബുധൗ അറിയാത്തവരായിട്ട്. പുത്രയോഹോ ബലം അബുധൗ പുത്രന്മാരായ രാമകൃഷ്ണന്മാരുടെ ശക്തിയെ, അബുധൗ അറിയാത്തവരായിട്ട്, ബുധൗ അറിഞ്ഞവർ, അബുധൗ അറിയാത്തവരായിട്ട്, പിതരൗ മാതാപിതാക്കൾ, അന്വതപ്യേതാം വളരെയധികം ശോചിച്ചു. കാരണം ഇവരുടെ പൗരുഷം ഇത്രയൊക്കെ ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ഈ ശക്തിവിശേഷം കണ്ടവർ ദുഃഖിച്ചു, വിഷമിച്ചു, ശോചിച്ചു എന്ന്. സഭായാ സ്ത്രീഗിരശ്രുത്വാം പുത്രസ്നേഹശുചാതുരൗ പിതരാവന്വതപ്യേതം പുത്രയോരബുധൗ ബലം. സഭായാ സ്ത്രീഗിരശ്രുത്വാ പുത്രസ്നേഹശുചാതുരൗ പിതരാവന്വതപ്യേതം പുത്രയോരബുധൗ ബലം. തൈസ്തൈർനിയുദ്ധവിധിഭിർ വിവിധൈരച്യുതേതരൗ യൂഥാധേധന്യോന്യം തഥൈവ ബലമുഷ്ടികൗ. തൈഹി തൈഹി എന്നുവെച്ചാൽ എന്താണ്? അതാത് നിയുദ്ധ വിധിഭി, നിയുദ്ധം ദ്വന്ദ്വയുദ്ധം, നിയുദ്ധ വിധി ദ്വന്ദ്വയുദ്ധത്തിന്റെ വിധി, വിധിഭിഹി വിധികളാൽ, അതാത് ദ്വന്ദ്വയുദ്ധത്തിന്റെ വിധികളാൽ, തൈഹി തൈഹി ദ്വന്ദ്വയുദ്ധ വിധിഭിഹി. ദ്വന്ദ്വയുദ്ധങ്ങൾക്ക് കുറെ വിധികളുണ്ട്. ആ അതാത് വിധികളാൽ, വിവിധൈഹി വിവിധങ്ങളായ വിധികളാൽ, അച്യുത ഇതരൗ അച്യുതേതരൗ അച്യുതനും ഇതരൻ, അച്യുതന്റെ കൂടെ നിൽക്കുന്നവനായ ഇതരൻ, ചാണൂരൻ എന്നർത്ഥം. നേരത്തെ പറഞ്ഞിരുന്നു ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ ചാണൂരനോടും ബലരാമൻ മുഷ്ടികനോടുമാണെന്ന് അവർ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അച്യുത ഇതരൗ അച്യുതേതരൗ, അച്യുതനും ഇതരനായ ചാണൂരനും. തൈസ്തൈഹി നിയുദ്ധവിധിഭിഹി വിവിധൈഹി നിയുദ്ധവിധിഭി, അതാത് വൈവിധ്യമാർന്ന ദ്വന്ദ്വയുദ്ധവിധികളാൽ അച്യുതനും ചാണൂരനും തമ്മിൽ ഏറ്റുമുട്ടാൻ തയ്യാറായി. യുയുധാതേ യുദ്ധം ചെയ്തു പോന്നു. യുയുധാതേ യുദ്ധം ചെയ്തു. ചാണൂരനും കൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്തു. എങ്ങനെയാണ്? യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് തന്നെ, ദ്വന്ദ്വയുദ്ധത്തിന്റെ എല്ലാത്തരം വിധികളും അനുസരിച്ച്. അതറിയാവുന്നവരായിരുന്നു രണ്ടുപേരും. യഥാ അന്യോന്യം, എപ്രകാരമാണോ ഇവർ അന്യോന്യം യുദ്ധം ചെയ്തത്, തഥൈവ ബലമുഷ്ടികവും
അതേപോലെ തന്നെ ബലരാമനും മുഷ്ടികനും. തഥൈവ അപ്രകാരം തന്നെ ബലമുഷ്ടികവും ബലരാമനും മുഷ്ടികനും ബലമുഷ്ടികൗ എപ്രകാരമാണോ അച്യുതനും ഇതരനായ ചാണൂരനും തമ്മിൽ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ വിധികളനുസരിച്ച് അന്യോന്യം യുദ്ധം ചെയ്തത്, അതേപോലെ തന്നെ ബലരാമനും മുഷ്ടികനുമായിട്ട് യുദ്ധം ചെയ്തു. തൈസ്തൈർനിയുദ്ധവിധിഭി വിവിധൈരച്യുതേതരൗ യൂഥാധേ യഥാന്യോന്യം തഥൈവ ബലമുഷ്ടികൗ. തൈസ്തൈർനിയുദ്ധവിധിഭി വിവിധൈരച്യുതേതരൗ യൂഥാധേ യഥാന്യോന്യം തഥൈവ ബലമുഷ്ടികൗ. തൈസ്തൈർനിയുദ്ധവിധിഭിർ വിവിധൈരച്യുതേതരൗ യൂഥാദേ യഥാന്യോന്യം തഥൈവ ബലമുഷ്ടികൗ. ഭഗവദ്ഗാത്രനിഷ്പാതൈ വജ്രനിഷ്പേഷനിഷ്ഠുരൈ ചാണൂരോ ഭജ്യമാനാംഗോ മുഹുർഗ്ലാനിമവാപഹാം. ഭഗവദ്ഗാത്രനിഷ്പാതൈ, ഭഗവാന്റെ ഗാത്രം ശരീരം, അതിലേക്ക് നിഷ്പതിക്കുക, വീഴുക എന്നർത്ഥം. ഭഗവദ്ഗാത്ര നിഷ്പാതൈഹി, ഭഗവാന്റെ ശരീരത്തിലേക്ക് നിഷ്പതിച്ച വന്നു വീണ. വജ്ര നിഷ്പേഷ നിഷ്ഠുരൈഹി, വജ്ര നിഷ്പേഷ നിഷ്ഠുരൈഹി. വജ്രായുധം നിഷ്പേഷം ചെയ്യുക, വീഴുക. വീഴുമ്പോൾ ഉണ്ടാകുന്ന നിഷ്ഠുരത, കഠോരത, കടുപ്പം. വജ്രായുധം വന്നു വീണാലത്തെ കടുപ്പം പോലെ ഭഗവദ്ഗത്ത നിഷ്പാതൈഹി വജ്രനിഷ്പേഷ നിഷ്ഠുരൈഹി ചാണൂരോ, ചാണൂരൻ ഭജ്യമാനാംഗോ, അംഗങ്ങൾ ഭഞ്ജിക്കപ്പെടുന്നതായിട്ട്. ഭജ്യമാന, ഭഞ്ജിക്കുക, നശിപ്പിക്കുക. ഭജ്യമാനാംഗോ മുഹു, വീണ്ടും ഗ്ലാനിം അവാപഹ, വീണ്ടും ഗ്ലാനിയെ പ്രാപിച്ചുവല്ലോ. ഗ്ലാനി എന്ന് വെച്ചാൽ എന്താണ്? മ്ലാനത, വാട്ടം എന്നൊക്കെ പറയാം. ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വമിച്ച വജ്രം വീഴുന്ന പോലെ നിഷ്ഠുരമായ വീഴ്ചകൾ, കൈയുടെ വീഴ്ച, ഇടിയെന്നർത്ഥം. ഭഗവാന്റെ ഇടികൾ കൊണ്ട് ഭജ്യമാനാംഗോ, അവയവങ്ങളൊക്കെ തകർന്നിട്ട് ഗ്ലാനിമവാപഹ, ആ ചാണൂരൻ അല്പസമയം ക്ഷീണിതനായി നിന്നുപോയി. ഭഗവാന്റെ വജ്രായുധം വീഴുന്നത് പോലെ നിഷ്ഠുരമായ ഇടികളാണ്. ഗാത്ര നിഷ്പാതൈഹി വജ്രനിഷ്പേഷ നിഷ്ഠുരൈ ചാണൂരോ ഭജ്യമാനാക. ചാണൂരൻ്റെ അംഗങ്ങളൊക്കെ ഒടിഞ്ഞു തുടങ്ങി. കൈകാലുകളും ശരീരവുമൊക്കെ, എല്ലുകളൊക്കെ കുറേശ്ശെ ഒടിഞ്ഞു തുടങ്ങി. ഗ്ലാനിമവാപ, അല്പസമയം വാട്ടം തട്ടിയവനായി ക്ഷീണിച്ച് അനങ്ങാതെ നിന്നുപോയി. ഭഗവദ്ഗാത്ര നിഷ്പാതൈ വജ്രനിഷ്പേഷ നിഷ്ഠുരൈ ചാണൂരോ ഭജ്യമാനാംഗോ മുഹുർഗ്ലാനിമവാപഹാം. ഭഗവദ്ഗാത്ര നിഷ്പാതൈ വജ്രനിഷ്പേഷ നിഷ്ഠുരൈ ചാണൂരോ ഭജ്യമാനാംഗോ മുഹുർഗ്ലാനിമവാപഹാം. ശേനവേഗ ഉത്പത്യ മുഷ്ടീകൃത്യ കരാവുഭൗ ഭഗവന്തം വാസുദേവം ക്രുദ്ധോ വക്ഷസ്യ ബാധതാം. അവൻ ശേനവേഗ ഇവ, പരുന്തിൻ്റെ വേഗം പോലെ. ശേനം പരുന്ത്, ശേനവേഗ പരുന്തിൻ്റെ വേഗം പോലെ. ഉത്പത്യ വീണ്ടും വന്നു വീണിട്ട്, മുഷ്ടീകൃത്യ കരാവുഭോ രണ്ട് കൈകൊണ്ടും മുഷ്ടിപ്രയോഗം ചെയ്തിട്ട്, ഇടി ചെയ്തിട്ട്. മുഷ്ടീകൃത്യ രണ്ട് കരങ്ങളെ കൊണ്ടും മുഷ്ടിയായി പിടിച്ചിട്ട് യുദ്ധം ചെയ്തിട്ട്. യുദ്ധം കാണാം, രണ്ട് കൈകളും ചുരുട്ടിപ്പിടിച്ച് കുറേ സമയം ഒരാളുടെ നേരെ നിൽക്കും. ലാക്ക് കിട്ടുമ്പോൾ മാത്രമേ എന്തേ ഉള്ളൂ, ഇടിക്കുള്ളൂ. അതുകൊണ്ട് ചാണൂരൻ പരുന്തിൻ്റെ വേഗത്തിൽ ചാടി പറന്നു വന്നിട്ട് രണ്ട് കരങ്ങളും
മുഷ്ടിയാക്കി ചെയ്തിട്ട് ഭഗവന്തം വാസുദേവം, ഭഗവാനായ വാസുദേവനെ ക്രുദ്ധോ കോപിഷ്ഠനായിട്ട് വക്ഷഫി അബാധത മാറിൽ ഇടിച്ചു. വക്ഷഫ്യബാധത, വക്ഷഫി മാറിൽ അബാധത ബാധിച്ചു, ഇടിച്ചു എന്നത്. പരുന്തിന്റെ വേഗത്തിൽ പറന്നു വന്ന ആ ചാണൂരൻ കൈകൾ നിന്ന് മുഷ്ടിയാക്കി പിടിച്ചുകൊണ്ട് ഭഗവാന്റെ മാറിടത്തിലേക്ക് അനേകം തവണ ഇടിച്ചു. ഫശ്യേന വേഗ ഉത്പത്യാം മുഷ്ടീകൃത്യകരാവുഭൗ ഭഗവന്തം വാസുദേവം ക്രുദ്ധോ വക്ഷഫ്യബാധതാം. ഫശ്യേന വേഗ ഉത്പത്യ മുഷ്ടീകൃത്യകരാവുഭൗ ഭഗവന്തം വാസുദേവം ക്രുദ്ധോ വക്ഷഫ്യബാധതാം. നാചലത്തത്പ്രഹാരേണ മാലാഹതൈവ ദ്വിപഃ ബാഹോർനിഗൃഹ്യ ചാണൂരം ബഹുശോ ഭ്രാമയൻ ഹരി. ന അചലത്, ചലിച്ചില്ല, അനങ്ങിയില്ല എന്നർത്ഥം. ചാണൂരൻ തൻ്റെ രണ്ട് കൈകൊണ്ടും ഭഗവാന്റെ മാറിടത്തിൽ ബലമായി വജ്രായുധം പോലെ കനപ്പെട്ട ഇടി കൊടുത്തിട്ടും ഭഗവാൻ ന അചലത്, അനങ്ങിയില്ല, ഒരവയവം പോലും ചലിച്ചില്ല. നാചലത് തത്പ്രഹാരേണ, ആ ഇടികൊണ്ട്, തത്പ്രഹാരേണ ആ ഇടികൊണ്ട് മാലാഹതൈവ ദ്വിപഃ, മാല കൊണ്ട് ആനയെ അടിക്കുന്ന പോലെ തോന്നിയുള്ളൂ. ദ്വിപഃ ആന, ഒരാനയുടെ മേത്ത് ഒരു പൂമാല കൊണ്ടൊരു അടി കൊടുത്തായിരിക്കും. അങ്ങനെ മാത്രമേ ഈ മുഷ്ടികന്റെ ചാണൂരന്റെ ഇടി ഭഗവാന്റെ മാറിടത്തിൽ തോന്നിയുള്ളൂ. ഒരു ഉപമാനം പറഞ്ഞാണ്, ആനയുടെ ദേഹത്ത് മാല കൊണ്ട് അടിക്കുന്ന പോലെ. മാലാഹത ദ്വിപ ഇവ, മാലാഹതമായ ദ്വിപത്തെ പോലെ, മാല കൊണ്ട് അടിക്കുന്ന ദ്വിപത്തെ പോലെ, ആനയെപ്പോലെ. അപ്പം മാല കൊണ്ട് അടിയേറ്റ ആനയെപ്പോലെ. ആനയ്ക്ക് അറിയത്ത് പോലും ഇല്ലല്ലോ, മാല കൊണ്ട് അടിച്ചോന്ന് പോലും അറിയത്തില്ല, ചുമ്മാ ഒരു കൊട്ടു കൊടുത്താൽ അത്രേ ഉള്ളൂ. അതേപോലെ നിസ്സാരമായി തോന്നി ചാണൂരിന്റെ ഇടി ഭഗവാന്. അതുകൊണ്ടാണ് അനങ്ങഞ്ഞത് അർത്ഥം. നാചലതത്പ്രഹാരേണ മാലാഹതൈവ ദ്വിപഃ ബാഹ്വോഹു നിഗൃഹ്യ, രണ്ട് കൈകൊണ്ടും നിഗൃഹ്യ പിടിച്ചിട്ട് ചാണൂരനെ ബഹുശ പല പ്രാവശ്യം ഭ്രാമയൻ വട്ടം ചുഴറ്റി ഹരി. ഈ ഇടി ഏറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് കൈകൊണ്ടും ചാണൂരൻ്റെ രണ്ട് കൈയിലേക്കും ഉറക്കി ബലമായി പിടിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി 4-5 തവണ വട്ടം ചുഴറ്റി കറക്കി. ബാഹോഹു നിഗൃഹ്യ, ബാഹോർ നിഗൃഹ്യ ചാണൂരം, ചാണൂരനെ ബഹുശോ ഭ്രാമയൻ ഹരി, പല പ്രാവശ്യം ഹരി എന്ത് ചെയ്തു? കറക്കി. നാചലതത്പ്രഹാരേണ മാലാഹതൈവ ദ്വിപഃ ബാഹോർനിഗൃഹ്യ ചാണൂരം ബഹുശോ ഭ്രാമയൻ ഹരി. നാചലതത്പ്രഹാരേണ മാലാഹതൈവ ദ്വിപഃ ബാഹോർനിഗൃഹ്യ ചാണൂരം ബഹുശോ ഭ്രാമയൻ ഹരി. ഭൂപൃഷ്ഠേ ബോധയാമാസ തരഫാക്ഷീണജീവിതം വിഫ്രസ്താകൽപകേശഫ്രഗ് ഇന്ദ്രധ്വജൈവാപതത്. ഭൂപൃഷ്ഠേ ബോധയാമാസ, നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഭൂപൃഷ്ഠേ നിലത്ത്, തറയിൽ. ബോധയാമാസ, ബോധയാമാസ ഒരൊറ്റയടി അടിച്ചു കൊന്നത്. 4-5 തവണ കയ്യിൽ പിടിച്ച് വട്ടം കറങ്ങിയിട്ട് താഴേക്ക് ഒരൊറ്റയേറ്, നിലത്തടിച്ചു നിർത്തി താഴേക്ക് എറിഞ്ഞു കൊന്നത്. ഭൂപൃഷ്ഠേ ബോധയാമാസ തരഫ, പെട്ടെന്ന് ക്ഷീണ ജീവിതം, ജീവിതം ക്ഷീണിച്ചു പോയി. ശരീരമല്ല ക്ഷീണിച്ചത്, ജീവിതം. നമ്മളൊക്കെ ആദ്യം പറയുന്നത് ശരീരം നന്നായി ക്ഷീണിച്ചിരിക്കുന്നതാണ്. ഇത് ജീവൻ ക്ഷീണിച്ചു പോയി എന്നർത്ഥം. ഇനിയില്ല, അതേപോലെ എന്ത് ചെയ്തു? പോയി കഴിഞ്ഞു പോകുന്നർത്ഥം. ഇങ്ങനെ അതിവേഗത്തിൽ വട്ടം ചുഴറ്റി. അപ്പൊ എന്താണ്? ജീവൻ കുറേശ്ശെ കുറേശ്ശെ ക്ഷീണിച്ച് ക്ഷീണിച്ച് എന്താണ്? ഇല്ലാതായിക്കൊണ്ടേയിരുന്നു. തരഫാ ക്ഷീണ ജീവിതം വിഫ്രസ്ത
ആകൽപകേശഫ്രഗ് ഇന്ദ്രധ്വജൈവ അപതത്. വിഫ്രസ്ത ആകൽപകേശഫ്രഗ് ഇന്ദ്രധ്വജൈവ അപത്. വിഫ്രസ്തം വേർപെട്ടുപോയ, വിഫ്രസ്ത അല്ലെ അഴിഞ്ഞു വീണ എന്നൊക്കെ പറയാം. ആകൽപകേശഫ്രഗ്, വിഫ്രസ്തങ്ങളായ ആകൽപകേശഫ്രക്ക്. ആകൽപ്പം ആഭരണങ്ങൾ, കേശം മുടി, ഫ്രഗ് മാല, ആഭരണങ്ങൾ, മുടി, മാല, ഇതെല്ലാം പല വഴിക്ക് പോയി. ഈടെ കഴുത്തിലൊന്നും കിടപ്പില്ല, ഇതൊക്കെ ഇട്ടടാ വന്ന് നിന്നേ. പക്ഷെ അതൊക്കെ ദൂരെ തെറിച്ചു പോയി. കാരണം വട്ടം കറക്കി നിലത്തൊരൊറ്റ അടിയാണ്. വസ്ത്രവും പോയി, ഉടുത്തിരുന്ന വസ്ത്രവും പോയി, മാലയുമില്ല, ആഭരണവുമില്ല, ഒന്നുമില്ല. ഇതെല്ലാം ദൂരേക്ക് പോയിട്ട് ഇന്ദ്രധ്വജൈവ അപതത്. ഇന്ദ്രധ്വജത്തെ പോലെ അപതത് വീണു, താഴെ വീണു നിർത്തും. ഇന്ദ്രധ്വജം എന്നുള്ളത് ഒരു സാങ്കേതിക പദമാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഒരു നാട്ടിലെ ഒരു പ്രത്യേക വിശേഷത്തെക്കുറിച്ച് പറയുന്നതാണ്. ഉത്സവാഘോഷ വേളകളിലെ രാജാവിൻ്റെ കീർത്തിയും മാഹാത്മ്യവും കാണിക്കുവാൻ രാജകൊട്ടാരത്തിൻ്റെ ചുറ്റും, രാജാവിൻ്റെ രാജ്യത്തിൻ്റെ ചുറ്റും കിഴക്കാദിയായി പതാകകൾ കെട്ടിത്തൂക്കുക പതിവുണ്ട്. അതിന് ഇന്ദ്രധ്വജങ്ങൾ എന്നാണ് പേര്. കിഴക്ക് മുതൽ ഓരോ ദിക്കിലും 8 ദിക്കിലും എന്താണ് പതാകകൾ കെട്ടിത്തൂക്കും. ഒന്നീ കൊടിമരത്തിലാവാം, മരങ്ങളിലാകാം, ഉയർന്ന വൃക്ഷങ്ങളിലാകാം, ഇങ്ങനെ എവിടെയെങ്കിലും കെട്ടിത്തൂക്കും. അങ്ങനെ ആ കെട്ടിത്തൂക്കുന്നത് രാജാവിന് എന്തെങ്കിലും ആപത്തോ അപകടമോ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അത് താഴെ വീണു പോകും എന്നാണ്. അല്ലെങ്കിൽ താഴ്ത്തി കെട്ടും, താഴെ വീഴും. ഇയാളെ താഴെ വീഴിച്ചത് രാജാവിൻ്റെ പതാക താഴെ വീണതുപോലെ ആയി എന്നർത്ഥം. രാജാവിൻ്റെ വിജയത്തിൻ്റെ ഒരു പതാകയായിരുന്നു ഇവർ രണ്ടുപേര്. അത് ചാണൂരൻ താഴെ വീണ് കഴിഞ്ഞപ്പോൾ എന്താണ്, ഇനിയും എന്തു മാത്രമേ ഉള്ളൂ, ആഭരണങ്ങളൊക്കെ വേർപെട്ട് താഴെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെറും നിലത്ത് വീണ് കിടക്കുന്ന കണ്ടാൽ ഈ പതാക നിലത്ത് വീണ് കിടക്കുന്നത് പോലെ തോന്നി. ഇന്ദ്രധ്വജൈവ അപതം, ഇന്ദ്രധ്വജത്തെ പോലെ. അപ്പൊ ഈ വീഴ്ച രാജാവിൻ്റെ ഹാനിയെ സൂചിപ്പിക്കുന്നതാണെന്ന് കാണിക്കാനാണ് ഇന്ദ്രധ്വജം എന്നൊരു ഉപമാനം കണ്ടുപിടിച്ചത്. ഭൂപൃഷ്ടേ ബോധയാമാസ തരഫാക്ഷീണ ജീവിതം വിഫ്രസ്താകൽപകേശഫ്രഗ് ഇന്ദ്രധ്വജൈവാപതത്. ഭൂപൃഷ്ടേ ബോധയാമാസ തരഫാക്ഷീണ ജീവിതം വിഫ്രസ്താകൽപകേശഫ്രഗ് ഇന്ദ്രധ്വജൈവാപതത്. തഥൈവ മുഷ്ടികപൂർവം സ്വമുഷ്ട്യാ അഭിഹതേന വൈ ബലഭദ്രേണ വരിന തലേന അഭിഹതോ ഭൃശം. തഥൈവ മുഷ്ടികപൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ വരിന തലേന അഭിഹതോ ഭൃശം. തഥാ ഏവ തഥൈവ, അങ്ങനെ തന്നെ, മുഷ്ടികഃ മുഷ്ടികൻ, പൂർവം സ്വമുഷ്ട്യാ അഭിഹതേന വൈ, പൂർവം മുമ്പ്, സ്വമുഷ്ട്യാ അഭിഹതേന സ്വന്തം മുഷ്ടി കൊണ്ട് അടിക്കപ്പെട്ടവനായിട്ട്, വൈ തീർച്ചയായിട്ടും, ബലഭദ്രേണ ബലിന ബലിയായ ബലഭദ്രനാൽ, താലേന അഭിഹതോ ഭൃശം, താലേന തലം കൊണ്ട്, അഭിഹത തൻ്റേതായ തലം, കൈത്തലം എന്നാണ്. താലേന വെച്ചാൽ കൈയുടെ ഹസ്തതലം കൊണ്ട്, ബലഭദ്രേണ ബലിന തലേന അഭിഹതോ ഭൃശം. മുഷ്ടികനും ഇതേപോലെ തന്നെ ആദ്യം ബലരാമന്റെ ദേഹത്ത് അടിച്ചു. അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ബലിയായ ബലരാമൻ കൈ കൊണ്ട് ഒറ്റയടി തിരിച്ച് അങ്ങോട്ട് കൊടുത്തു. അത്രയുള്ള ഒറ്റ കൈ ഉണ്ട്, താലേന ഒരു കൈ കൊണ്ട് തിരിച്ചൊരൊറ്റയടി അങ്ങോട്ട് കൊടുത്തു. മുഷ്ടികനും ചാണൂരനെ പോലെ തന്നെയാണ്. പക്ഷേ ചാണൂരൻ ഭഗവാന്റെ മാറിടത്തിലേക്ക് ഇടിക്കുകയായിരുന്നു. മുഷ്ടികൻ അതല്ല, ബലരാമനെ തൻ്റെ മുഷ്ടി കൊണ്ട് അടിച്ചു ആദ്യം. തഥൈവ മുഷ്ടിക പൂർവം
അപ്പോൾ ബലിയായ ബലഭദ്രൻ തൻ്റെ ഹസ്തതലം കൊണ്ട് തിരിച്ചു അടിച്ചു. തഥൈവ മുഷ്ടികപൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിന തലേന അഭിഹതോ ഭൃശം. തഥൈവ മുഷ്ടികപൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിന തലേന അഭിഹതോ ഭൃശം. പ്രവേപിതഫരുധിരമുദ്വഹൻ മുഖതോർദിതഃ വ്യഫുപപാദോർയുപസ്ഥേ വാതാഹതൈവാംഘ്രിപാം. പ്രവേപിതഃ വിറയ്ക്കപ്പെട്ടവനായിട്ട്, വേപനം വിറയൽ, പ്രവേപിതഃ വിറയ്ക്കപ്പെട്ടവനായിട്ട്, സഹ അവൻ രുധിരമുദ്വമൻ ചോര ഛർദ്ദിച്ചിട്ട്. രുധിരം ചോര, ഉദ്വമനം ഛർദ്ദിക്കൽ. മുഖതോ വായിൽ നിന്നും, അർദ്ദിതഃ ഇടിക്കപ്പെട്ടവനായ അവൻ, അടികിട്ടിയവനായ അവൻ, ബലരാമനാൽ അടികിട്ടിയവനായ അവൻ ഒന്ന് വിറച്ചിട്ട് വായിൽ നിന്നും ചോര കൊടുകുടാന്ന് താഴേക്ക് വീണു തുടങ്ങി. പ്രവേപിതഫരുധിരം ഉദ്വമൻ മുഖതോ അർദ്ദിതഃ. വി അഫുഹു ഉയഫുഹു പ്രാണൻ പോയി എന്നർത്ഥം. വി അഫു കൂടി ചേരുമ്പോൾ യഫു, അഫു പോയി. അഫു എന്ന് വെച്ചാൽ പ്രാണൻ. അങ്ങനെ പ്രാണൻ പോയവനായി തീർന്നു, വ്യഫുവായി. പപാത ഉർവ്യുപസ്ഥേ, പപാത വീണു, ഉർവ്യുപസ്ഥേ ഉർവയുടെ ഉപസ്ഥലത്തിൽ, തലത്തിൽ താഴെ നിർത്താം, ഭൂമിയുടെ താഴേക്ക് വീണു. വാതാഹതൈവ അംഘ്രിപ, വാതാഹതം കാറ്റത്തു വീണ, അംഘ്രിപഹ ഇവ, അംഘ്രിപം വൃക്ഷം, പാദപം എന്നതിന് പകരം പ്രയോഗിച്ചൊരു വാക്കാണ് അംഘ്രിപഹ, വൃക്ഷം. വൃക്ഷങ്ങളൊക്കെ പാദം കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്, കാലുകൊണ്ടാണ്, വേരുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ട് വൃക്ഷങ്ങൾക്ക് പാദപം എന്ന് പേരുണ്ട്. ഇനിയും പാദത്തിനു പകരം അംഘ്രി ഉപയോഗിച്ചാലും അത് തന്നെ അർത്ഥം, അംഘ്രിപഹ. അംഘ്രി കൊണ്ട് പാനം ചെയ്യുന്നവൻ, കാലുകൊണ്ട് കുടിക്കുന്നവൻ ആണ് മരങ്ങളൊക്കെ. മരങ്ങൾ വെള്ളം കുടിക്കുന്നത് അതിൻ്റെ അടിയിലത്തെ വേരുകളിൽ കൂടിയാണ്, മുകളിലത്തെ ഇലയിൽ കൂടി അല്ല. അതുകൊണ്ട് വൃക്ഷങ്ങൾക്കെല്ലാം പാദപം, അംഘ്രിപം എന്നൊക്കെയുള്ള പേരുണ്ട്. അപ്പം വാതാഹത അംഘ്രിപഹ ഇവ, കൊടുങ്കാറ്റിൽ മറഞ്ഞു വീണ ഒരു മരം പോലെ മുഷ്ടികൻ താഴേക്ക് വീണു എന്നർത്ഥം. എങ്ങനെ? വി അഫു, ജീവൻ പോയിട്ട്. ഒറ്റ അടികിട്ടിയുള്ളൂ ബലരാമൻ്റെ, അതോടെ ജീവൻ പോയി. ജീവൻ പോയി താഴേക്ക് വീഴുന്ന വീഴ്ച കണ്ടാൽ ഒരു മരം വന്ന് വീഴുന്നവരുണ്ട്. അത്രയ്ക്ക് വലിയ ശരീരമുള്ളവനായിരുന്നു മുഷ്ടികൻ എന്നിപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വ്യക്തമാകും. പ്രവേപിതരുധിരമുദ്വമൻ മുഖതോ അർദ്ദിത വ്യഫുപപാദോർവി ഉപസ്ഥേ വാതാഹതൈവംഘ്രിപാം. പ്രവേപിതരുധിരം ഉദ്വമൻ മുഖതോർദ്ദിതാം. പ്രവേപിതരുധിരം ഉദ്വമൻ മുഖതോർദ്ദിത വ്യഫുപപാദോർവ്യുപസ്ഥേ വാതാഹതൈവംഘ്രിപാം. വ്യഫുപപാദോർവ്യുപസ്ഥേ വാതാഹതൈവംഘ്രിപഃ. തതക്കൂടമനുപ്രാപ്തം രാമപ്രഹരതാംബരാം അവധി ലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ടിനാം. തതഃ അനന്തരം കൂടം അനുപ്രാപ്ത, കൂടൻ എന്നുള്ളൊരു മലന്റെ പേരാണ് കൂടൻ. അതിൻ്റെ ദ്വിതീയ കൂടം, കൂടനെ, മല്ലനെ. കൂടം അനുപ്രാപ്തം പുറകെ വന്നവനായ. ഇവർ രണ്ടുപേരും മരിച്ചപ്പോൾ ഇവരുടെ അനുചരന്മാരായ കുറച്ച് മല്ലന്മാർ കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഇവർ വീണപ്പോൾ അടുത്ത ആൾ ചാടി വീണു. ആരാണ്? കൂടൻ. തത കൂടമനുപ്രാപ്തം രാമപ്രഹരതാംബര, യുദ്ധം ചെയ്യുന്നതിൽ വെച്ച്, പ്രഹരിക്കുന്നതിൽ വെച്ച് ഉത്കൃഷ്ടനായ പ്രഹരതാംബരഹ രാമ, പ്രഹരിക്കുന്നതിൽ വെച്ച് വരനായ രാമൻ, ബലരാമൻ
അവധീത് ലീലയാ, അവധിയിൽ ലീലയാ, അവധീത് വധിച്ചു, ലീലയാ ഒരു കളിയായിട്ട്, ഒരു തമാശായിട്ട്. അവധീത് ലീലയാ, അവധിയിൽ ലീലയാ. ഹേ രാജൻ, അല്ലയോ രാജാവേ, സ്വാവജ്ഞം അവജ്ഞയോടെ, വാമമുഷ്ഠിന വലതു കൈകൊണ്ട്, വാമമുഷ്ഠിന വലതു കൈകൊണ്ട്, അവജ്ഞയോടുകൂടി എന്താണ് ഒറ്റയടി കൊടുത്ത് അവനെ കൊന്നു. ആരെ? കൂടനെ. ആരെ? ബെല്ലാണ്. തൊട്ടു പുറകെ വന്നവനാണ് കൂടൻ. തതക്കൂടമനുപ്രാപ്തം രാമപ്രഹരതാംബരാം അവധി ലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ഠിനാം. തതക്കൂടമനുപ്രാപ്തം രാമപ്രഹരതാംബരാം അവധി ലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ഠിനാം. തർഹ്യേവ ഹി കൃഷ്ണപദാഹത ശീർഷക ദ്വിധാ വിദീർണസ്തോശലക ഉഭാവപി നിപേതതു. തർഹി ഏവ, അപ്പോൾ തന്നെ, ശലഹ അടുത്ത ആളുടെ പേരാണ് ശലൻ. കൂടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ശലൻ ചാടി വീണു. കൃഷ്ണപദാഹത ശീർഷക, അവനെ കൃഷ്ണൻ കൈകാര്യം ചെയ്തു. കൃഷ്ണൻ അവൻ്റെ കാല് പിടിച്ച് തല വരെ അങ്ങ് കീറി. കൃഷ്ണ പദ ആഹത ശീർഷക, പദം കൊണ്ട് ശീർഷം വരെ, ആഹതനായി ഹനിക്കപ്പെട്ടവനായി കീറിയെടുത്തവനായി. കൃഷ്ണപദാഹത ശീർഷക ദ്വിധാ വിദീർണ തോലക, അതേപോലെ തന്നെ തോലകനും ദ്വിധാവിപീർണ രണ്ടായിട്ട് പിളർന്നിട്ട് ഉഭാവപി നിപേതതു, രണ്ടുപേരും താഴെ. രണ്ടുപേരെയും കാലിന് പിടിച്ച് ഒറ്റ വലിയ മുകളിലേക്ക് വലിച്ച് രണ്ട് കഷ്ണങ്ങളാക്കി രണ്ടുപേരെയും താഴെ ഇട്ടു. അപ്പൊ കൃഷ്ണൻ ശരനെയും അതുപോലെ എന്താണ് തോസലകനെയും താഴെയിട്ടു. ബലരാമൻ കൂടിനെയും താഴെയിട്ടു. ഇവരൊക്കെ കൂടെ വന്നിരുന്നവരാണ്. ഏതെങ്കിലും തരത്തിൽ ആവശ്യം വന്നാൽ അപ്പ ചാടി വീണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷേ ചാണൂരിനും മുഷ്ടികനും മരിച്ചപ്പോഴാണ് ഓരോരുത്തർ വന്നത്. അവരെയൊക്കെ കൃഷ്ണനും എല്ലാവരും കൂടി നിഗ്രഹിച്ചു കഴിഞ്ഞു. തർഹ്യേവ ഹിസല കൃഷ്ണ പദാഹത ശീർഷകാം ദ്വിധാവിതീർണസ്തോസലക ഉഭാവപി നിപേതതു. തർഹ്യേവ ഹിസല കൃഷ്ണ പദാഹത ശീർഷകാം ദ്വിധാവിതീർണസ്തോസലക ഉഭാവപി നിപേതതു. ചാണൂര് അപഹലാന്നായിരുന്നേ, പദ അപഹലാന്നായിരുന്നേ. കൃഷ്ണപദാപഹത ശീർഷക പദാപ സാറൊന്നൂടെ കൃഷ്ണപദാപഹത ശീർഷക. ഓക്കെ. കൃഷ്ണപദം കൊണ്ട് അപഹതമായി ശീർഷകത്തോടു കൂടിയവനായി. തർഹ്യേവ ഹിസല കൃഷ്ണ പദാഹത ശീർഷകാം ദ്വിധാവിദീർണസ്തോശലകാം ഉഭാവപി നിപേതതു. ചാണൂരേ മുഷ്ടികേ കൂടെ ശലേ തോശലകേ ഹതേ ശേഷാഹ പ്രദുദ്രുവർമല്ല സർവേ പ്രാണപരീപ്സവാം. ചാണൂരേ മുഷ്ടികേ കൂടെ ശലേ തോശലകേ ഹതേ. ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലകൻ ഇവരെല്ലാം ഹതേ മരിച്ചപ്പോൾ. ചാണൂര്, മുഷ്ടികെ, കൂടെ, ശലേ, തോശലകെ, ഹതേ ഇവരെല്ലാം മരണപ്പെട്ടപ്പോൾ, എന്താണ് ഹനിക്കപ്പെട്ടപ്പോൾ, ശേഷാഹ ബാക്കിയുള്ളവർ പ്രദുദ്രുവു ഓടിപ്പോയി. പ്രദുദ്രുവു മല്ലാഹ ബാക്കിയുള്ള മല്ലന്മാർ പേടിച്ച് ഓടിപ്പോയി. സർവേ എല്ലാവരും പ്രാണപരീപ്സവ പ്രാണനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ട്. പ്രാണപരീപ്സവ പ്രാണനെ രക്ഷിക്കണമെന്ന ഈപ്സ ആഗ്രഹത്തോടു കൂടിയവരായിട്ട്.
പ്രാണൻ വേണം, അതിനെ രക്ഷിച്ചേ പറ്റൂ എന്ന് ആഗ്രഹിച്ചവരായ ബാക്കിയുള്ള മല്ലന്മാരെല്ലാം തിരിഞ്ഞ് ഓടിപ്പോയി. വേഗത്തിൽ പാഞ്ഞോടിപ്പോയി. ഇത് കണ്ട് പേടിച്ചുപോയി. തങ്ങളുടെ കൂടെയുള്ള 4-5 പേര് ഇതാ പോയി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചെന്നാൽ ഇതന്നെ ആയിരിക്കും കഥ എന്ന് ഉറപ്പിച്ച് തന്നെ അവര് അപ്പം തന്നെ തിരിഞ്ഞോടിപ്പോയി, ഒന്നിനും നിൽക്കാതെ. ചാണൂരേ മുഷ്ടികേ കൂടെ ശലേ തോശലകേഹത്തെ ശേഷാഹ പ്രദുദ്രുവർമല്ല സർവേ പ്രാണപരീഭവാം. ചാണൂരേ മുഷ്ടികേ കൂടെ ശലേ തോശലകേഹത്തെ ശേഷാഹ പ്രദുദ്രുവർമല്ല സർവേ പ്രാണപരീഭവാം. ഗോപാൻ വയസ്യാനാകൃഷ്യാം തൈ സംസൃജ്യ വിജഹൃതോ വാദ്യമാനേഷു ദൂര്യേഷു വൽഗന്ധോ രുതനൂപുരവും. ഗോപന്മാരെ, വയസ്യാൻ കൂട്ടുകാരായ, വയസ്യാൻ ഗോപാൻ സുഹൃത്തുക്കളായ കൂട്ടുകാരായ കുറച്ച് ഗോപന്മാർ കൂടെ വന്നിട്ടുണ്ട്. അവരെ ആകൃഷ്യ വലിച്ചു പിടിച്ചിട്ട് ആകൃഷ്യ. ഇത്രയും കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ കൂടെ വന്ന കുറെ ഗോപന്മാരെ കൈക്ക് പിടിച്ച് രംഗത്തിലേക്ക് കൊണ്ടുവന്നു. ആകൃഷ്യ തൈഹി അവരോട് സംസൃജ്യ കൂടിച്ചേർന്നിട്ട്, തൈഹി സംസൃജ്യ അവരോട് കൂടിച്ചേർന്നിട്ട് വിജഹ്രതുഹു കളിച്ചു. വിജഹ്രതുഹു കളിച്ചു. വാദ്യമാനേഷു തൂര്യേഷു പെരുമ്പറകൾ വധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വാദ്യമാനേഷു തൂര്യേഷു പെരുമ്പറയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വൽഗന്ധോ ഋതുനൂപുരോ വൽഗന്ധോ സഞ്ചരിക്കുന്നവരായിട്ട് നടക്കുന്നവരായിട്ട്, വൽഗന്ധൗ ഋതനൂപുരോ നൂപുരങ്ങൾ അല്ലെ എന്താണ് പാദസ്വരങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും ഋതനൂപുരവും. ആൺകുട്ടികൾക്കൊക്കെ കാൽത്തടകളുണ്ട്, കൊച്ചുകുട്ടികളെ വരെ, അതൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം പെട്ടെന്ന് മല്ലരംഗം ശൂന്യമായി, ആരുമില്ല. യുദ്ധം അങ്ങോട്ട് ആരംഭിച്ചതുള്ളൂ, അപ്പം തന്നെ ഇവരെല്ലാം കൊന്നു കഴിഞ്ഞു. എല്ലാവരും അമ്പരം നിൽക്കുമ്പോൾ പെരുമ്പറ കൊട്ടുന്നവർ പിന്നെയും കൊട്ടിക്കൊണ്ടിരിക്കുക. അവർ നിർത്തേണ്ടതാണ്, പക്ഷെ അത് നിർത്തുന്നില്ല, അവർ കൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു അവരുടെ താളത്തിനനുസരിച്ച് ഒരു നൃത്തം കൂടി ആയേക്കാം ഇവിടെയെന്ന് വിചാരിച്ച് ഈ കൂട്ടുകാരെ കൂടെ ഇങ്ങോട്ട് വിളിച്ച് കൈക്ക് പിടിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് കാൽച്ചിരമ്പുകൾ ഇളകുമാറ് മനോഹരമായ എന്തേതോ ഒരു നൃത്തവേദിയാക്കി മാറ്റി ഈ മല്ലരംഗം. എല്ലാവരും ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരുന്നു. ഗോപാൻ വയസ്യാനാകർഷ്യ തൈഹി സംസൃജ്യ വിജഹ്രതോ വാദ്യമാനേഷു തൂര്യേഷു വൽഗന്ധോ ഋതുനൂപുരവും. ഗോപാൻ വയസ്യാനാകർഷ്യ തൈഹി സംസൃജ്യ വിജഹ്രതോ വാദ്യമാനേഷു തൂര്യേഷു വൽഗന്ധോ ഋതനൂപുരവും. ജനാഃ പ്രജഹൃഷു സർവേ കർമ്മണാ രാമകൃഷ്ണയോഃ ഋതേകം സംവിപ്രമുഖ്യാഃ സാധുസത്വിതി. ജനാഃ പ്രജഹർഷുഹു ജനങ്ങൾ ഹർഷിച്ചു സന്തോഷിച്ചു. പ്രജഹൃഷുഹു എന്നാൽ ഹർഷിച്ചു സന്തോഷിച്ചു. ജനാഃ പ്രജഹർഷു ജനങ്ങളൊക്കെ സന്തോഷിച്ചു. സർവേ എല്ലാവരും കർമ്മണ രാമകൃഷ്ണയോഹു രാമകൃഷ്ണന്മാരുടെ കർമ്മം കൊണ്ട്, കർമ്മം കൊണ്ട് രാമകൃഷ്ണയോഹു രാമകൃഷ്ണന്മാരുടെ ഈ കർമ്മം കണ്ടിട്ട് എല്ലാ ജനങ്ങളും സന്തോഷിച്ചു. ഋതേ കംസം കംസനല്ലാതെ, കംസന് മാത്രം സന്തോഷമല്ല തോന്നിയത്, ദുഃഖവും ഭയവും ഭീതിയും എല്ലാം തോന്നി. കംസൻ ഒഴിച്ച ആ സഭയിലിരുന്ന് എല്ലാവരും സന്തോഷിച്ചു. ഋതേ കംസം കംസനെ കൂടാതെ സർവേ രാമകൃഷ്ണയോഹ കർമ്മണ പ്രജഹർഷുഹു സർവേ ജനാഹ എല്ലാ ജനങ്ങളും രാമകൃഷ്ണന്മാരുടെ ഈ കർമ്മത്തിൽ സന്തോഷിച്ചവരായി.
വിപ്രമുഖ്യാഹ ബ്രാഹ്മണമുഖ്യന്മാരായ ആൾക്കാര് സാധവഹ സജ്ജനങ്ങൾ സാധു സാധുവിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എന്ത് ചെയ്ത് സന്തോഷിച്ചത്. സാധു സാധു നന്നായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട്. വാസ്തവത്തില് തങ്ങളുടെ രാജധാനിയിൽ തങ്ങളുടെ രാജാവിൻ്റെ മുമ്പിൽ തങ്ങളുടെ രാജാവിൻ്റെ സംരക്ഷണയിൽ രാജാവ് കൊടുക്കുന്ന എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന സദസ്സിൽ നിന്നുമാണ് ബ്രാഹ്മണരും സജ്ജനങ്ങളും വിളിച്ചു പറഞ്ഞത് നന്നായി നന്നായി എന്ന്. ഇത് തിരിച്ചും വിപരീതമല്ലേ? കാരണം ഇവിടെ മറ്റു രാജ്യത്തല്ല, മറ്റൊരാളുമല്ല, ഇവരും ഈ രാജാവിൻ്റെ പ്രജകളാണ്. അപ്പോൾ വാസ്തവത്തിൽ കഷ്ടമായി പോയി എന്നെങ്കിലും ഒന്ന് പറയേണ്ടതാണ്. അതല്ല പറഞ്ഞത്. സാധു സാധു ഇതി. സജ്ജനങ്ങളും പറഞ്ഞു, വിപ്രന്മാരും ബ്രാഹ്മണരും കൂടിയിരുന്നവർ പറഞ്ഞു നന്നായി നന്നായി എന്ന് പറഞ്ഞു. കംസനൊഴികെ മറ്റെല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഈ രംഗം കണ്ടപ്പോൾ. ജനാഹ പ്രജഹർഷോ സർവേ കർമ്മണാ രാമകൃഷ്ണയോ. ജനാപ്രജഹർഷു സർവേ കർമ്മണാ രാമകൃഷ്ണയോ. ഹൃദയ കംസം വിപ്രമുഖ്യ സാധവ സാധുസദ്വിതി. ഹൃദയ കംസം വിപ്രമുഖ്യ സാധവ സാധുസദ്വിതി. ഹതേഷു മല്ലവര്യേഷു വിദ്രുതേഷു ജഭോജരാക്ഷ് ന്യവാരയത് സ്വദൂര്യാണി വാക്യം ചേതമുവാചതാം. ഹതേഷു മല്ലവീരേഷു, മല്ലവീരന്മാർ കൊല്ലപ്പെട്ടപ്പോൾ. മല്ലവീരേഷു ഹതേഷു, മല്ലവീരന്മാർ കൊല്ലപ്പെട്ടപ്പോൾ. വിദ്രുതേഷു, ഓടിപ്പോകുന്നവരായ. വിദ്രുതേഷു, കുറേ മല്ലന്മാർ കൊല്ലപ്പെട്ടു, കുറച്ചുപേർ ഓടിപ്പോയി എന്നാണല്ലോ മുമ്പ് പറഞ്ഞേ. ഹതേഷു മല്ലവീരേഷു വിദ്രുതേഷു ച. മല്ലവീരന്മാർ കൊല്ലപ്പെടുകയും കുറച്ചുപേർ തിരിഞ്ഞോടിപ്പോവുകയും ചെയ്തപ്പോൾ ഭോജരാട്ട് കംസൻ, ഭോജരാജാവ്, ഞവാരയത്വതൂര്യാണി, തൻ്റെ പെരുമ്പറകളെ ഞവാരയത് തടഞ്ഞു. ഇത് തൻ്റെ പെരുമ്പറയാണ്, താനാ പറഞ്ഞ കൊട്ടാനെല്ലാവരോടും, മറ്റൊരാളെ അല്ല. ആ പെരുമ്പറകളെ ഞവാരയത് തടഞ്ഞു. ഇപ്പോഴും പെരുമ്പറ കൊട്ടിക്കൊണ്ടിരിക്കുക. ഈ പെരുമ്പറ കൊട്ടിയത് കൃഷ്ണാദികൾ അങ്ങ് ആഘോഷിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ കംസന് വിളിച്ചില്ലേ, ഞാൻ പെരുമ്പറ കൊട്ടിയിട്ട് എൻ്റെ ശത്രുക്കൾ ആഘോഷിച്ച് നൃത്തം ചെയ്ത്, ഹേയ് ഇത് വേണ്ട നിർത്തൂ എന്ന് പറഞ്ഞു. അങ്ങനെ തൂര്യങ്ങൾ എന്ത് ചെയ്തു? അവരറിഞ്ഞില്ല. കാരണം കൊട്ടാൻ പറഞ്ഞ കൊട്ടി, ഇനി നിർത്താൻ പറയണേ ആര് പറയണം? രാജാവ് പറയണം. അത് നിർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കൊട്ടിക്കൊണ്ടേയിരുന്നു. ഇത് കൊട്ടിയപ്പോൾ കൃഷ്ണൻ വിചാരിച്ച് ഈ കൊട്ട് പാഴാക്കണ്ണാൻ വിചാരിച്ച് ഈ കൊട്ടിൻ്റെ താളത്തിനനുസരിച്ച് ഗോപന്മാരും കൂടി ചേർന്ന് നൃത്തം വെച്ചു. ഇത് കണ്ടപ്പോൾ എല്ലാവരും കൂടി സന്തോഷിച്ചു. നോക്കൂ, ആ ഒരു യജ്ഞശാലയുടെ എന്താണ് മല്ലരംഗം ഒരു ആനന്ദ നൃത്തത്തിൻ്റെ രംഗമായി പരിണമിച്ചു. നിമിഷം കൊണ്ട് കംസനൊഴിച്ച് എല്ലാവർക്കും സന്തോഷമായി. അപ്പൊ കംസൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് മല്ലന്മാരോട് എന്താണ് നിർത്തൂ എന്ന് ആവശ്യപ്പെട്ടു. ഞവാരയത് സ്വതൂര്യാണി വാക്യം ചേതമുവാചത. ഈ വാക്യം പറയുകയും ചെയ്തു. വാക്യം ച ഇതം ഉവാച ച, ഈ വാക്കിനെ പറയുകയും ചെയ്തു. അപ്പൊ പെരുമ്പറ നിർത്തിയിട്ട് ഈ പറയാൻ പോകുന്ന വാക്യത്തെ പറയുകയും ചെയ്തു. ഹതേഷു മല്ലവര്യേഷു വിദ്രുതേഷു ജഭോജരാക്ഷ് നിവാരയത് സ്വദൂര്യാണി വാക്യം ചേതമുവാചാം. ഹതേഷു മല്ലവര്യേഷു വിദ്രുതേഷു ജഭോജരാക്ഷ് നിവാരയത് സ്വദൂര്യാണി വാക്യം ചേതമുവാചാം. നിസ്സാരയത ദുർവർത്തൗ വസുദേവാത്മജൗ പുരാത് ധനം ഹരത ഗോപാനാം നന്ദം ബധ്നീത ദുർമതിം. നിസ്സാരയത, പുറത്തേക്ക് കൊണ്ടുപോകൂ. നിസ്സാരയത, പുറത്തേക്ക് കൊണ്ടുപോകൂ. നിസ്സരണം ചെയ്യൂ, പുറത്തേക്ക് കൊണ്ടുപോകൂ. ദുർവർത്തൗ വാസുദേവാത്മജൗ, ദുഷ്ടന്മാരായ വസുദേവപുത്രന്മാരെ പുറത്തേക്ക് കൊണ്ടുപോളൂ, ഇനി നിർത്തിയേക്കണ്ടെന്ന്. ആരോടാ പറയുന്നത്? ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത്രേ ഉള്ളൂ. കാരണം മല്ലന്മാരൊക്കെ പേടിച്ചു ഓടിപ്പോയി. ഇനി എവിടെ ആരുണ്ട്? ഉറക്കം ഒളിച്ചു വന്നതാണ്.
ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഈ രാമകൃഷ്ണന്മാരെ ഈ വേദിയിൽ നിന്നും പുറത്താക്കൂ. നിസ്സാരയത ദുർവൃത്തോ വസുദേവാത്മജവും പുരാ, ഈ പുരത്തിൽ നിന്നും ഈ മധുരാപുരി ഇനി അവർ നിൽക്കരുത്. അവരെന്ത് ചെയ്തുള്ളൂ? പറഞ്ഞു വിട്ടേക്കോ. പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വലിച്ചിഴച്ച് മധുരാപുരിക്ക് പുറത്തു കൊണ്ട് വിട്ടേക്കോ അവരെ. ധനം ഹരത ഗോപാനാം, ഗോപന്മാർ കുറച്ച് ധനമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ യജ്ഞശാലയല്ലേ നടക്കുന്നത്, തങ്ങളുടെ രാജാവല്ലേ, ഇവർക്ക് അപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ തങ്ങളുടെ കൊണ്ട് രാജാവാണ്. അതുകൊണ്ട് യജ്ഞം നടക്കുമ്പോൾ യജ്ഞശാലയിൽ ദക്ഷിണയൊക്കെ വെക്കണ്ടേ? അതിനുവേണ്ടി കുറച്ച് കാശൊക്കെ ഉണ്ടാണ് ഇവരെല്ലാം കൂടെ വന്നത്. എല്ലാവരുടെയും കയ്യിൽ അവരോടെ വീതം ദക്ഷിണ പോലെ കുറച്ച് ധനം കയ്യിലിരിപ്പുണ്ട്. അതൊക്കെ പിടിച്ചു വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു കംസൻ. അതൊന്നും തിരിച്ചു കൊടുത്തു വിടണ്ട, ഇവരൊക്കെ പുറത്തായിക്കോളൂ. പക്ഷെ അവരുടെ കയ്യിലുള്ള ധനം ഹരത ഗോപാനാം, ഗോപാനാം ധനം ഹരത, ഗോപന്മാരുടെ ധനത്തെ അപഹരിച്ചുകൊള്ളൂ. നന്ദം ബദ്ധീത ദുർമതി, ദുർമതിയായ നന്ദഗോപനെ പിടിച്ചു കിട്ടിയേക്കൂ, വിടണ്ട. നന്ദം ദുർമതിം ബധ്നീത, ദുർമതനെ ബന്ധിക്കൂ, പുറത്താക്ക. നന്ദഗോപരെ കെട്ടിയിടുകയും വേണം, അയാളെ വിടുകയരുത്. ഇത്രയൊക്കെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും കഴിയുന്നവരിവിടെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യൂ എന്ന് രാജാവ് എന്നുള്ള നിലയിൽ ഉറക്കെ വിളിച്ച് ഉദ്ഘോഷണം ചെയ്തു. നിസ്സാരയത ദുർവൃത്തവും വസുദേവാത്മജൗ പുരാത് ധനം ഹരഗോപാനാം നന്ദം ദുർമതിം. നിസ്സാരയത ദുർവൃത്തവും വസുദേവാത്മജൗ പുരാത് ധനം ഹരത ഗോപാനാം നന്ദം ദുർമതിം. വസുദേവസ്തു ദുർമേധാം ഹന്യതാം ആശ്വസത്തമാം ഉഗ്രസേന പിതാചാപി സാനുക പരപക്ഷകാം. വസുദേവസ്തു ദുർമേധാഹ, വസുദേവ തു, വസുദേവനും എന്താണ്? ദുർമേധാഹ, ദുഷ്ടബുദ്ധിയാണ്. മേധ എന്ന് വെച്ചാൽ ബുദ്ധി എന്നാ. നന്ദഗോപരെ പിടിച്ചു കിട്ടിക്കാൻ പറഞ്ഞു. വസുദേവരും ദുഷ്ടബുദ്ധിക്കാരനാ. വസുദേവസ്തു ദുർമേധാഹ ഹന്യതാം ആശു അസത്തമ, അവനെ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. ഹന്യതാം ആശു അസത്തമൻ, അസത്തിൽ വെച്ച് ഏറ്റവും ഉന്നതൻ, അതാണ് അസത്തമൻ. അസത്ത്, അസത്തരൻ, അസത്തമൻ. അസത്തമനായ, ഏറ്റവും ദുഷ്ടനായ, ദുഷ്ടന്മാർ അഗ്രേസരനായ ഈ വസുദേവരെ പിടിച്ചു കെട്ടണ്ട, കൊന്നേക്കാൻ പറഞ്ഞു. നേരത്തെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഇനിയെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങളാകുന്നവരാരെങ്കിലും ആരെ കൊന്നു കളഞ്ഞേക്കണം? വസുദേവരെ കൊന്നു കളഞ്ഞേക്കൂ. ഹന്യതാം ആശ്വസത്തമ, ആശു അസത്തമ ആശ്വസത്തമ. ഉഗ്രഫേന പിതാചാപി, എൻ്റെ പിതാവ് ഉഗ്രഫേനും ഫാനുക, അവരുടെ പക്ഷത്ത് ഉയർന്നിരിക്കുന്നവനാണ്. പരപക്ഷക, ശത്രുപക്ഷത്തിലാണ്. ഇയാൾ വസുദേവരുടെ പക്ഷത്തിലാണ്, ഈ ഉഗ്രസേനൻ. അതുകൊണ്ട് ആ എന്താണ്, ഉഗ്രസേനനെയും ഹന്യതാം, കൊന്നേക്കൂ. പിതാവിനെയാണ്, സ്വന്തം പിതാവിനെയാണ്. അപ്പം വസുദേവരെ മാത്രമല്ല ഉഗ്രസേനയും കൂടി കൊന്നേക്കൂ. കാരണം അയാളും പരപക്ഷകനാണ്, പരപക്ഷത്തിലേക്ക് ചേരുന്നവനാണ്. ഫാനുകൻ, അയാളുടെ അനുചരന്മാരുണ്ട്, അവരെയും കൊന്നേക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതേ ഉള്ളു ചെയ്യാൻ. രാമകൃഷ്ണന്മാരെ കൊല്ലാൻ പറഞ്ഞില്ല, പുറത്താക്കാനേ പറഞ്ഞുള്ളൂ. ആ കൊല്ലാൻ പറ്റില്ല എന്ന് കംസന് ഉറപ്പായതാണ്. അതുകൊണ്ട് അവരെ പുറത്താക്കണം. പിന്നെയുള്ളത് ഈ ഗോപന്മാരാണ്. അവരുടെ ധനമെല്ലാം പിടിച്ച് വിളിച്ചാൽ മതി, അവരെ കൊല്ലണ്ട. പിന്നെ കൂടെ വന്ന നന്ദഗോപരാണ്, അയാളെ പിടിച്ച് കെട്ടിയിട്ടാൽ മതി. ഇനി ഇവിടെ തന്നെയുണ്ട് രണ്ടുപേര്, വസുദേവനും എൻ്റെ അച്ഛനും. രണ്ടുപേരും കൊന്നു കളഞ്ഞേക്കണം. ഈ രണ്ടുപേരും പരപക്ഷകന്മാരാണ്, ശത്രുപക്ഷത്തിലേക്ക് ഇടയ്ക്ക് പോകുന്നവരാണ് രണ്ടുപേരും. അതുകൊണ്ട് അവരെയും കൊന്നു കളഞ്ഞേക്കൂ. വസുദേവസ്തു ദുർമേധാം ഹന്യതാമശ്വസത്തമാം ഉഗ്രഫേന പിതാചാപി ഫാനുക പരപക്ഷകാം. വസുദേവസ്തു ദുർമേധ ഹന്യതാമശ്വസത്തമാം ഉഗ്രഫേന പിതാചാപി ഫാനുക പരപക്ഷകാം. ഏവം വികഥമാനേ വൈ കംസേ പ്രകുപിതോ വ്യയാം ലഖിംനോത്പത്യതരഫ
മഞ്ചമുത്തുംഗമാരുഹത് ഏവം വികഥമാനേ. ഇങ്ങനെ വികഥനം ചെയ്യുക, ആത്മപ്രശംസ പറയുക. അല്ലെങ്കിൽ ചേരാത്ത കാര്യങ്ങൾ പറയുക, നടക്കാത്ത കാര്യങ്ങൾ പറയുക, വികഥനം. ഏവം വികഥമാനേ വൈ, തീർച്ചയായിട്ടും ഇങ്ങനെ വികഥമാനം ചെയ്തുകൊണ്ടിരിക്കെ, ഇങ്ങനെ വെറുതെ പുലമ്പിക്കൊണ്ടിരിക്കെ, ഇങ്ങനെ വെറുതെ പ്രജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കെ, കംസേ, കംസൻ, കംസനിൽ എന്ന് സത്യസപ്തമയാവുന്നതാണ്. കംസൻ ഇങ്ങനെ വികഥമാനനായിരിക്കെ, കംസൻ ഇങ്ങനെ ആത്മപ്രശംസ അല്ലെങ്കിൽ എന്താണ് യോഗ്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കെ, പ്രകുപിതോ അവ്യയ. അവ്യയൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃഷ്ണനെ കുറിച്ചാണ്. അവ്യയൻ കൃഷ്ണൻ. പ്രകുപിത, വളരെ കോപിഷ്ണനായി. എന്താ പറഞ്ഞത്? തൻ്റെ രണ്ടച്ഛന്മാരിൽ ഒരാളെ പിടിച്ചു കെട്ടാനും മറ്റേയാളെ കൊന്നേക്കാനും കോപം ഉണ്ടാവാതിരിക്കുമോ? സ്വന്തം പിതാവിനെയാണ് കണ്ടിട്ട് പോലുമില്ല, ഇപ്പോഴാ കാണുക. ആ പിതാവിനെ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. വളർത്തച്ഛനായ നന്ദഗോപരെ പിടിച്ച് കെട്ടിയിട്ടേക്കാൻ പറഞ്ഞു. ഗോപന്മാരുടെ ധനമൊക്കെ അപഹരിക്കാൻ പറഞ്ഞു. രാമകൃഷ്ണന്മാരെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. കൃഷ്ണൻ ഭയങ്കര കോപമായി ഇത് കേട്ടപ്പോൾ, കുപിതനായി. പ്രകുപിതോ അവ്യയ, പ്രകുപിതനായ സാക്ഷാൽ ഈശ്വരൻ, അവ്യയനായ കൃഷ്ണൻ. നമുക്കൊരു ഇവിടെ കൃഷ്ണന്റെ വാക്ക് ഉപയോഗിച്ചത് അവ്യയൻ എന്നാ പറഞ്ഞു. ഒരു മാറ്റവും ഉണ്ടാവാത്തവനാണ്. ആര് വിചാരിച്ചാലും കൃഷ്ണന്റെ ഒരു പ്രകൃതവും മാറില്ല. കംസന് മാറ്റാനേ പറ്റില്ല. അതുകൊണ്ടാണ് അവ്യയൻ എന്ന് വിളിച്ചത്. ലഖിംന ഉത്പത്യ, ലഖിംനോത്പത്യ. ലഖിംന നിസാരമായി, ലഘുവായി. ലഖിംന ഉത്പത്യ ചാടിയിട്ട്, വളരെ അനായാസമായി ഒരു ചാട്ടം ചാടിയിട്ട്. ലഖിംനോത്പത്യ പരഫ, പെട്ടെന്ന്. മഞ്ചം ഉത്തുംഗം ആരുഹത്, ഉയർന്ന മഞ്ചത്തിലേക്ക് കയറി. ആരുഹത്, കയറി എന്ന് വെച്ചാൽ പതുക്കെ കയറുകയല്ല, ചാടി കയറി. കംസൻ ഇരിക്കുന്നത് ഈ മഞ്ചത്തിലാണ്. മഞ്ചം എന്ന് വെച്ചാൽ ബാൽക്കണി എന്ന് വേണേൽ അർത്ഥം പറയാം. ഈ മല്ലസഭയുടെ ബാൽക്കണിയിലാണ് ആരിയിരിക്കുന്നത്? കംസൻ ഇരിക്കുന്നത്. അപ്പം മുകളിൽ നിന്നാണ് ഇത്രയും പ്രജൽപ്പനങ്ങൾ ചെയ്തത്. ഇത് കണ്ടപ്പോൾ കൃഷ്ണന് താഴെ നിന്ന് വളരെയധികം കോപമുണ്ടായിട്ട് ഒരൊറ്റ ചാട്ടത്തിന് കംസൻ ഇരിക്കുന്ന മഞ്ചത്തിലേക്ക് എത്തി, പീഠത്തിലേക്ക് എത്തി. ലഖിംന ഉത്പത്യ തരഫ മഞ്ചം ഉത്തുംഗം ആരുഹത്, വളരെ നിസാരമായി ചാടിയിട്ട് വളരെ വേഗം ഉത്തുംഗമായ മഞ്ചത്തിലേക്ക് ആരോഹണം ചെയ്തു, കയറി. ഏവം വികഥമാനേ വൈ കംസേ പ്രകുപിതോ വ്യയാം ലഖിംനോത്പത്യതരഫ മഞ്ചമുത്തുംഗമാരുഹത്. ഏവം വികഥമാനേ വൈ കംസേ പ്രകുപിതോ വ്യയാം ലഖിംനോത്പത്യതരഫ മഞ്ചമുത്തുംഗമാരുഹത്. ഏവം വികഥമാനേ വൈ കംസേ പ്രകുപിതോ വ്യയ ലഖിംനോത്പത്യ, ലഖിംന ഉത്പത്യ ലഖിംനോത്പത്യതരഫ മഞ്ചമുത്തുംഗമാരുഹത്. തമാവിശന്തമാലോക്യ മൃത്യുമാത്മന ആശഫ എന്ന ആഫനാൻ മനസ്സി ഫഹ്വോദ്ധായ ജഗൃഹേ ഫോഫിചർമ്മണി. തം ആവിശന്തം ആലോക്യ, അങ്ങനെ തൻ്റെ അടുത്തേക്ക് ആവേശിച്ചവനെ കണ്ടിട്ട് ഒരിക്കലും കംസൻ വിചാരിച്ചില്ല ചാടി മുകളിലേക്ക് കയറുമെന്ന് വിചാരിച്ചില്ല. അത് നിമിഷം കൊണ്ടാണ്, അപ്രതീക്ഷിതമായിട്ടാണ്. തം ആവിശന്തം ആലോക്യ, അങ്ങനെ ആവേശിച്ചവനായ അവനെ കണ്ടിട്ട് മൃത്യും ആത്മനഃ, തൻ്റെ മൃത്യുവാണെന്ന് ഉറപ്പായി. ആത്മനഃ മൃത്യും, ഈ കയറി വരുന്ന കൃഷ്ണനല്ല, അനന്തരവനുമല്ല, പിന്നെന്താണ്? തൻ്റെ കാലൻ, തൻ്റെ മൃത്യുവാണ് ഈ കയറി വരുന്നത്. നിമിഷങ്ങൾക്കൊക്കെ ഇവൻ്റെ കൈ കൊണ്ട് ഞാൻ മരിക്കുമെന്ന് കംസൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ബോധം കംസനുണ്ട്. ഇപ്പം തുടങ്ങിയതല്ല. പിന്നെന്താണ്? ദേവകിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ്. വിവാഹം കഴിഞ്ഞ് ഘോഷയാത്ര പോയപ്പോൾ മുതൽ കേട്ടതാണ്, 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. കൊല്ലാതിരിക്കാൻ എന്ത് നടപടികൾ ആരംഭിച്ചു. 7 പേരെ കൊന്നു.
8ാമത്തെ ആളിനെ എന്താണ് ചങ്ങലയിലൊക്കെ ബന്ധിച്ചിട്ട് പ്രസവിച്ച അതിനെ കൊല്ലാൻ വിചാരിച്ചു, കൊല്ലാൻ പറ്റിയില്ല. അത് പറഞ്ഞു എന്താണ് ഈ ഭൂമിയിൽ ജനിച്ചിട്ട് അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം മുതൽ തൻ്റെ കാലിനെ അന്വേഷിച്ച് നടക്കുക. ആരും കാലിനെ അന്വേഷിച്ച് പോകാറില്ല, കാലം നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാറുള്ളൂ. അങ്ങനെ ലോകത്തിൽ പതിവുള്ളൂ. പക്ഷെ ഇവിടെ കൃഷ്ണൻ അല്ല, ഇവിടെ കംസൻ തൻ്റെ കാലിനെ അന്വേഷിച്ച് അപ്പം വരെ നടക്കുകയാണ്. ഏതാണ്ട് കണ്ടുപിടിച്ചു ഇയാളാണ് കാലൻ എന്നുള്ളത്. അപ്പൊ കാലനെ സ്വന്തം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. നോക്കൂ എന്തൊക്കെയാ കംസൻ ചെയ്തത്, ഇങ്ങനൊന്നും ആരെങ്കിലും ചെയ്യുവോ? കാലനെ വിളിച്ചു വരുത്തിയിട്ട് സൽക്കരിക്കാൻ വിചാരിച്ചാണ്, പറ്റില്ല. എന്ത് ചെയ്താൽ കൊന്നുകളയാം കാലിനെ എന്ന് വിചാരിച്ചു നോക്കി, പറ്റിയില്ല. ഇതാ ചാടി തൻ്റെ പീഠത്തിന്റെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. ഇനിയും ഈ മൃത്യു, ഈ കാലൻ എന്നെ കൊന്നു തന്നെ എന്നുറപ്പിച്ചു. തമാവിശന്തമാലോക്യ മൃത്യും ആത്മന ആഫനാത് പീഠത്തിൽ നിന്നും മനഫീഫഹഫോദ്ധായ, മനഫിയായ അവൻ എന്നുവെച്ചാൽ പ്രശസ്തമായ മനസ്സുള്ളവൻ, എന്നുവെച്ചാൽ ധീരനായ അവൻ, മനഫിയായ അവൻ. ഹലോ, ഇപ്പൊ കഴിയും 2 മിനിറ്റ്. തമ ആവിശന്തമാലോക്യമർത്യം ആത്മനാഫനാത് മനഫി. മനഫി എന്ന് വെച്ചാൽ നല്ല പ്രസിദ്ധമായ മനസ്സെന്ന് വെച്ചാൽ ധീരനായിരുന്നു കംസൻ. ഇപ്പോഴും ഇത്രയൊക്കെ പറയാൻ മൃത്യുവിനെ അടുക്ക കണ്ടിട്ടും ഭയമില്ലാതെ മനഫി ഫഹഫോദ്ധായ, വേഗം എഴുന്നേറ്റ് ഫഹഫോദ്ധായ ജഗൃഹേ പിടിച്ചു. ഫഹ അഫിചർമണി, അഫിചർമണി, അഫി വാള്, എന്താ ചർമ്മം പരിച, അഫിചർമണി വാളും പരിചയും ജഗൃഹയെ കയ്യിലെടുത്തു. ഇതുവരെ ആയുധമൊന്നും കയ്യിലില്ലായിരുന്നു, അതവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഈ കയറി വരുന്ന ശത്രുവായ കൃഷ്ണന്റെ കയ്യിലും ആയുധമൊന്നുമില്ല. ആയുധമില്ലാത്ത ശത്രു കയറി വന്നാൽ അയാളോട് യുദ്ധം ചെയ്യേണ്ടത് ആയുധമില്ലാതെ തന്നെയാണ്. പക്ഷേ കംസൻ ആയുധം കയ്യിലെടുത്തു. കാരണം കംസന് പേടി കൂടിയെന്നർത്ഥം. അല്ലെങ്കിൽ കൃഷ്ണൻ നിരായുധനായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നേ, പിന്നെ എന്തിനാ ആയുധം എടുക്കുന്നേ? ഈ ഭയം കൊണ്ട് കംസൻ ആയുധം കയ്യിലെടുത്തു. ജഗൃഹേ ഫോ അഫിചർമണി, ഫഹ അവൻ, അഫിചർമണി ജഗൃഹേ, അഫിചർമ്മങ്ങൾ വാളും പരിചയും ജഗൃഹേ എടുത്തു, കയ്യിൽ എടുത്തു പിടിച്ചു. തമാവിശന്തമാലോക്യ മൃത്യുമാത്മന ആഫനാത് മനഫി ഫഹഫോദ്ധായ ജഗൃഹേ ഫോഫിചർമണി. തമാവിശന്തമാലോക്യ മൃത്യുമാത്മന ആഫനാത് മനഫി ഫഹഫോദ്ധായ ജഗൃഹേ ഫോഫിചർമണി. തമാവിശന്തമാലോക്യ മൃത്യുമാത്മന ആഫനാത് മനഫി ഫഹഫോദ്ധായ ജഗൃഹേ ഫോഫിചർമണി. അങ്ങനെ വാളും പരിചയും കയ്യിലെടുത്ത് പിടിച്ച് അവിടെ നിൽക്കട്ടെ ഒരാഴ്ച, എന്നിട്ട് മതി എന്താണ് ഈ ദുഷ്ടനെ നിഗ്രഹിക്കാൻ. ഒരാഴ്ച കൂടെ ആയിരിക്കും നമുക്ക് ആയുസ് കൊടുക്കാം ഈ ഭൂമിയിൽ. അടുത്ത ദിവസം നമുക്ക് കൃഷ്ണൻ എങ്ങനെയാണ് അയാളെ നിഗ്രഹിച്ചത് എന്ന് നമുക്ക് കാണാം. നമ്മുടെ സമയം കഴിഞ്ഞു, നമുക്കിവിടെ ഉപസംഹരിക്കാം ഇന്നത്തെ ക്ലാസ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.